എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഞാൻ രാവിലെ എഴുന്നിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെറും വെള്ളത്തിനകത്ത് കലക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ റോസയിലൊക്കെ തളിച്ചു കൊടുക്കുകയാണ്. കാരണം മഴ സമയമുള്ള ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ മാറാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾപ്പൊടി. നമുക്ക് വേണമെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് തളിച്ചു കൊടുക്കാം. ഞാൻ വെറും വെള്ളത്തിലാണ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഫംഗൽ ബാധയൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടുവേ. അപ്പോൾ ഇന്ന് നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ ചെടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. നല്ലവണ്ണം നമ്മുടെ ചെടികളുടെ മുരടിപ്പൊക്കെ മാറിയിട്ട് നല്ലവണ്ണം ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ, നല്ലപോലെ കട്ട കുത്തി പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു സൊല്യൂഷനാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളിലൊക്കെ നല്ലവണ്ണം പൂക്കൾ വരുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ വളങ്ങളും എൻ്റെ റോസകൾക്കും മറ്റുള്ള ചെടികൾക്കും ഒക്കെ കൊടുക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് അറിയിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ വാട്സപ്പിലൊക്കെ ഓരോരുത്തർ മെസ്സേജ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. റോസകളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, പുതിയ തളിർപ്പുകൾ വരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ ചെയ്തു വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ചെയ്തു വെക്കുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ചെടികളെ വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ലവണ്ണം ചെടികൾ, പ്രത്യേകിച്ച് നമ്മുടെ ബഡ് റോസുകളിന് എടുത്ത് പറയുന്ന കാര്യം, നമ്മുടെ ബഡ് റോസുകളൊക്കെ ആദ്യമൊക്കെ പൂക്കളുണ്ടായിട്ട് പിടിക്കാതെ വരുന്നതിൻ്റെ കാര്യം തന്നെ നമ്മൾ അതിനെ കെയർ കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു ചെടി തന്നെയാണ് ബഡ് റോസ് കേട്ടോ. അപ്പം മുരടിച്ച പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് താത്തി പ്രൂൺ ചെയ്ത് കൊടുക്കുക കേട്ടോ, കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റീപോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഈ കുരുടിച്ച മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാകുന്ന റോസയിൽ നമ്മൾ ഒന്നോടെ തന്നെ അത് റീപോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ പിന്നീട് വരുന്ന പൂക്കൾ വലിയ പൂക്കളും നല്ലവണ്ണം കളർഫുള്ളായിട്ട് പൂക്കളും പുതിയ തളിർപ്പുകളും ഒക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഇലയ്ക്ക് മുരടിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് നിർത്തിയാൽ മതി. അതുപോലെ തന്നെ കമ്പുകൾ കറുത്ത് നിൽക്കുകയും മഞ്ഞ ഇലകളായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി നിർത്തണം. എന്നാലും മാത്രമേ നല്ലവണ്ണം പുതിയ തളിർപ്പുകൾ വരത്തുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോല്ലോ കേട്ടോ. അപ്പോൾ ഓരോ സമയത്തും നമുക്ക് കറക്റ്റ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ വളങ്ങൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ റോസാ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് വെറൈറ്റി റോസകളൊക്കെ നമ്മുടെ നേഴ്സറികളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും പോകുന്നുണ്ട്, വാങ്ങിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളും പോയി വാങ്ങിച്ച് വെക്കണം കേട്ടോ. റോസയൊക്കെ പിടിച്ച് ആദ്യം തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ 1-2 റോസയൊക്കെ വാങ്ങിച്ച് പിടിപ്പിച്ച് ചെടിച്ചെടികളൊക്കെ പിടിപ്പിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അതെങ്ങനെയുണ്ടെന്ന്. നന്നായിട്ട് പോകുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ റോസ വാങ്ങിച്ച് വെക്കണം കേട്ടോ. ഞാനും അതുപോലെ തന്നെയായിരുന്നു. ആദ്യം 1-2 റോസയിലൊക്കെ തുടങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് റോസകൾ, വെറൈറ്റി റോസകൾ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ബാംഗ്ലൂർ ബഡ് റോസ് വാങ്ങിക്കാതിരിക്കുക, നാടൻ ബഡ് റോസ് വാങ്ങിച്ച് വെക്കുക. അതാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് കൂടുതലും അനുയോജ്യം. ബാംഗ്ലൂർ ബഡ് റോസ് വാങ്ങിച്ച് വെച്ചാലും നമ്മൾ കുറച്ച് പരിചരണം കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ലവണ്ണം അതിൽ പൂക്കൾ കിട്ടത്തുള്ളൂ. എനിക്ക് കുറച്ച് വെറൈറ്റി ഉണ്ട്, ബാക്കി കൂടുതലും ഞാൻ നാടൻ ബഡ് റോസുകളാണ് വാങ്ങിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ബാംഗ്ലൂർ ബഡ് റോസാണ് കൂടുതലും പിടിക്കാനായിട്ട്, അതായത് ആദ്യമൊക്കെ പിടിച്ചിട്ട് പിന്നെ പിടിക്കാൻ ബുദ്ധിമുട്ട് അതാണ്. അപ്പം മഞ്ഞൾപ്പൊടിയുടെ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ ഇത് രാവിലെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. രാവിലത്തെ നല്ലൊരു 7-8:30 ആയിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്താണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തളിച്ച് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ, ഒരുപാട് മുരടിപ്പും പ്രശ്നങ്ങളുള്ള റോസയാണെങ്കിൽ നമ്മൾ 1 കപ്പ് പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്തേക്ക് അതിൽ ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ കൈ കൊണ്ട് തളിച്ച് കൊടുക്കാം. വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി തൈകളിലും ഈ പച്ചമുളക് തൈകളിലും ഒക്കെ മുരടിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ തളിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ കീടങ്ങളുടെ ശല്യം ഉണ്ടാകുന്നതൊക്കെ മൂലമാണ് നമ്മുടെ ചെടികൾ, റോസാ ചെടികളിലൊക്കെ മുരടിച്ച് പോകുന്നത്. നീരൂറ്റി കുടിക്കുന്ന ആ ഒരു പ്രാണികളുടെ ശല്യം മൂലമൊക്കെ നമ്മുടെ ചെടികൾ മുരടിച്ച് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു സൊല്യൂഷനും നമ്മുടെ ചെടികളുടെ മുരടിപ്പൊക്കെ മാറി നമ്മുടെ ആ റോസാ ചെടിയൊക്കെ നല്ലവണ്ണം ഹെൽത്തി ആയിട്ട് വരാനായിട്ടും നല്ലപോലെ പുതിയ തളിർപ്പൊക്കെ ഉണ്ടാകാനായിട്ടും മുരടിപ്പും പ്രശ്നങ്ങളും എല്ലാം മാറാനായിട്ടും വളരെയധികം നല്ലതാണ്. അതിനായിട്ട് ഞാൻ എടുത്തുന്ന ചെറിയ പൂണ്ട് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമ്മുടെ ചെടികളുടെ മുരടിപ്പ് മാറാനായിട്ടും കീടശല്യം മാറാനായിട്ടും അതുപോലെ തന്നെ ചെടികളുടെ മിക്ക പ്രശ്നങ്ങളും മാറാനായിട്ടും വെളുത്തുള്ളി നല്ലതാണ്. അപ്പോൾ ചതച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് 1 സ്റ്റീൽ ഗ്ലാസ് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഞാൻ ചേർക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അന്നത്തെ കഞ്ഞിവെള്ളം തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ.
അപ്പോൾ അന്നത്തെ കഞ്ഞിവെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ്, ഒരു ഗ്ലാസ് നിറച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു വലിയൊരു കപ്പില്ലേ, കാപ്പിയും പാലും ഒക്കെ കുടിക്കുന്ന ഒരു കപ്പ്, ആ ഒരു ഏകദേശം അളവാണ് പറഞ്ഞത് കേട്ടോ. ആ ഒരു കപ്പിന് നമ്മുടെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊന്ന് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിനകത്തേക്ക് എല്ലാം അലിഞ്ഞ് ചേരണം. അതിനായിട്ടാണ് ഞാൻ മൂടി വെക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ. 1 ലിറ്റർ വെള്ളം കറക്റ്റ് ഈ ഒരു അളവിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കാവുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പ്രേയറിനകത്താക്കിയിട്ട് അത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇലകളിലെല്ലാം ഞാൻ എൻ്റെ റോസയ്ക്കാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം മുരടിപ്പും പ്രശ്നങ്ങളും മാറിയാൽ മാത്രമേ നമ്മുടെ റോസയൊക്കെ പുതിയ തിളർപ്പും പൂമൊട്ടുകളും ഒക്കെ വന്ന് നിറയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. ഒരുപാട് മുരടിപ്പുള്ളവർ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കുക. ഓക്കെ.